ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഒരു അക്കൗണ്ടന്റ് മന്ത് എൻഡിൽ എന്തൊക്കെ സ്പെഷ്യൽ ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പാസ്ബുക്കിലെ ബാലൻസും ലെഡ്ജറിലെ ബാലൻസും തമ്മിൽ ടാലി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സോഹോ ബുക്സിൽ ഹാൻഡിൽ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ടാലിയിലാണെങ്കിലും അതേപോലെ തന്നെ ക്വിക്ക് ബുക്കിലാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് ലെഡ്ജർ സ്ക്രൂട്ടിനിയാണ്. നമ്മുടെ ക്യാഷ് അക്കൗണ്ട്സിന്റെ ബാലൻസ് ആണെങ്കിലും അതേപോലെ തന്നെ വേറെ പേയബിൾസിന്റെയും റിസീവബിൾസിന്റെയും ബാലൻസ് എല്ലാം ടാലി ആവുന്നില്ലെന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അക്കൗണ്ട്സ് പേയബിളിന്റെയും അക്കൗണ്ട് റിസീവബിളിന്റെയും റിവ്യൂ ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു മന്തിലുള്ള എല്ലാ പർച്ചേസ് ബിൽസും അല്ലെങ്കിൽ സെയിൽസ് ഇൻവോയ്സും ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, പേയ്മെന്റിന്റെ റെസിപ്റ്റ്, അതേപോലെ നമ്മൾ വെൻഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തില്ലേ എന്നുള്ളതൊന്നും ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇൻവെന്ററി റീകൺസിലേഷൻ ആണ്. ഇൻവെന്ററി റീകൺസിലേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സ്റ്റോക്കും നമ്മുടെ സിസ്റ്റത്തിലെ സ്റ്റോക്കും നമ്മൾ ടാലി ഇല്ല എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇതൊരു പക്ഷെ നമുക്ക് എല്ലാ മന്തിലും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, പക്ഷേ കഴിയുന്ന മന്തിലെല്ലാം നമ്മളിത് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത വന്നിട്ട് ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ അപ്ഡേറ്റ് ആണ്. ആ ഒരു മന്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഓഫീസിലേക്ക് പുതിയതായിട്ട് ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അല്ല എന്തെങ്കിലും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാനുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ദെൻ പേറോൾ അക്കൗണ്ടിങ് ആണ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാലറി എൻട്രീസ് പോസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ ഈ ഒരു മന്തിലെ സാലറി നെക്സ്റ്റ് മന്തിലാണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊവിഷൻ എൻട്രി പോസ്റ്റ് ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ആ സാലറിന്റെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന PF, ESI പോലുള്ള സ്റ്റാറ്റുട്ടറി കോമ്പോണൻസിനും നമ്മൾ പ്രൊവിഷൻ എൻട്രീസ് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തത് പ്രൊവിഷൻസ് ആൻഡ് അക്രൂവൽസ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്ടിലിറ്റീസിനും അതേപോലെ തന്നെ റെന്റിനും മന്ത്ലി ഓഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫീസും ഇതെല്ലാം നമ്മൾ പ്രൊവിഷൻ എൻട്രീസ് പോസ്റ്റ് ചെയ്യണം. നമ്മൾ സാലറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അത് കൂടാതെ നമുക്ക് വരുന്നതാണ് റെന്റ്, ഇലക്ട്രിസിറ്റി ബിൽസ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും നമ്മൾ ഈ പ്രൊവിഷൻ എൻട്രി കൂടെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് GST അല്ലെങ്കിൽ ടാക്സ് റീകൺസിലേഷൻ ആണ്. നമുക്കറിയാം നമ്മൾ എല്ലാ മന്തിന്റെയും ഒരു മിഡിൽ ആകുമ്പോഴത്തേക്കും 3B ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ആ അടയ്ക്കുന്ന എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാനും അതേപോലെ നമുക്ക് എക്സ് ക്രെഡിറ്റ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യാനൊക്കെ നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യണം. ദെൻ എക്സ്പെൻസ് കാറ്റഗറൈസേഷൻ റിവ്യൂ ആണ്. നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഹെഡ്സും ലെഡ്ജസ് എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അടുത്തത് ജേണൽ എൻട്രീസ് പോസ്റ്റിംഗ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ആ മന്തിൽ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന ജേണൽസ് ഉണ്ടല്ലോ, ഡിപ്രീസിയേഷൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എൻട്രീസ്, പ്രൊവിഷൻ എൻട്രീസ്, ഇതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മളത് ജനറേറ്റ് ചെയ്ത് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് ബാക്കപ്പ് ആൻഡ് ഡോക്യുമെന്റേഷൻ ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. അത് ഡിജിറ്റലി കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്നുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിലെല്ലാം നമുക്ക് ആ ഒരു ഡോക്യുമെന്റും കൂടെ ഫയൽ അപ്ലോഡ് ചെയ്തുള്ള പ്രൊവിഷൻ തരുന്നുണ്ട്. ഇനി അതല്ല നമ്മുടെ കയ്യിൽ ഫിസിക്കൽ കോപ്പി ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ഓരോ മന്ത്ലി ബേസ് തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇൻകം ടാക്സിന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു ഫയല് 8 ഇയേഴ്സിലേക്ക് കീപ്പ് ചെയ്യണമെന്നൊരു ലോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫയലെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നും കൂടി ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു മന്ത്ലി അക്കൗണ്ടന്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആയിട്ട് പറയാനുള്ളത്.